സിൽടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സിലബസിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഗ്രേഡ് 2 ഓവർസിയർ എക്സാംസിന്റെ സിലബസ് വന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഇതുവരെ സിലബസ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന സമയമായി അല്ലേ. അത്രയും ഡേ നമുക്ക് അടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ജൂലൈ 23 ഈ ഒരു എക്സാം വരുന്നത്. അപ്പോൾ നമുക്ക് സിലബസിലേക്ക് നോക്കിയാലോ. സിലബസ് വരുന്നത് ഡീറ്റെയിൽഡ് സിലബസ്, ഇത് PSC എക്സാം ഇറക്കിയിട്ടുള്ള സിലബസ് ആണ്. ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് ഗ്രേഡ് 2 overseer അതുപോലെ തന്നെ ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ ഇൻ പബ്ലിക് വർക്ക്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഓവർസിയർ ഗ്രേഡ് 3 സിവിൽ ഇൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ട്രേസർ ഇൻ കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫോർ SC/ST ലിമിറ്റഡ്. കാറ്റഗറീസ് വരുന്നത് നോക്കി വെക്കുക. കാറ്റഗറി നമ്പർ 008/2024, 293/2024, 736/2024 ആണ്. ടോട്ടൽ എക്സാമിന്റെ മാർക്ക് ആസ് യൂഷ്വൽ 100 തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ സിലബസ് ആയിട്ട് നോക്കിയാൽ ഓരോ മൊഡ്യൂൾസ് ആയിട്ട് സിലബസിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. സിലബസിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ 1 പറയുന്നത് ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ്. ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് 8 മാർക്കിനാണ് പറയുന്നത്. മാർക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നത് നോക്കി തന്നെ പഠിക്കണം. വെയിറ്റേജ് കൂടുതലുള്ളതും വെയിറ്റേജ് കുറവുമുള്ളതും നിങ്ങൾ അതിനനുസരിച്ച് മാർക്കിനനുസരിച്ചിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ 8 മാർക്കിന് ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ്, ലേഔട്ട് ഓഫ് ഡ്രോയിങ് ഷീറ്റ്, ടൈപ്സ് ഓഫ് ലൈൻസ്, ലെറ്ററിംഗ്, ഡയമെൻഷനിങ്, ടൈപ്സ് ഓഫ് സ്കെയിൽ, പ്ലെയിൻ ജിയോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ, കോണിക് സെക്ഷൻ, പ്രൊജക്ഷൻ. അപ്പം ഇത്രയും ഏരിയ ആണ്. ഒരുവിധം നമ്മൾ ഏതൊക്കെ ഏരിയ എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ഒരുവിധം നമ്മൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ പഠിക്കുന്ന ഏരിയാസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ അതുപോലെ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തിട്ട് അതിൽ ഏതൊക്കെ ഏരിയ ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്നുള്ളത് നോക്കിയിട്ട് അങ്ങനെ വെയിറ്റേജ് കൊടുത്തിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. പ്രൊജക്ഷൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് അല്ലേ. അങ്ങനെ ഇതിലിപ്പോൾ മെയിൻ ഹെഡിങ് എന്നുള്ള രീതിയിലാണ് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ അതിലുള്ള എല്ലാ കാര്യങ്ങളും മാക്സിമം പഠിക്കാൻ നോക്കുക. ഓക്കെ. പിന്നെ നമ്മൾ ബിൽഡിംഗ് മൊഡ്യൂൾ 2 ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അത് 12 മാർക്കിനാണ് പറഞ്ഞിട്ടുള്ളത്. 12 മാർക്കിന് വരുന്ന ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസ് ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് സ്റ്റോൺസ്, ബ്രിക്ക്, ലൈം, ടിമ്പർ, ടൈൽസ് ആൻഡ് സാൻഡ്, സിമെന്റ്, മോട്ടാർ, കോൺക്രീറ്റ്, ആഡ്മിക്സ്ചേഴ്സ്, ഫെറസ് മെറ്റൽസ്, നോൺ ഫെറസ് മെറ്റൽസ്, ഗ്ലാസ്, പ്രൊട്ടക്റ്റീവ് മെറ്റീരിയൽസ് അല്ലേ. ഇതുപോലെ തന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷനിലും ഒരുവിധം എല്ലാ ഏരിയാസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇൻക്ലൂഡ് ചെയ്യാത്ത ഏരിയാസ് എന്തായാലും നോക്കി അത് ഒഴിവാക്കണം. എന്നിട്ട് ഈ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ആ ഒരു ഏരിയാസ് എന്തായാലും നിങ്ങൾ കവർ ചെയ്യാൻ വേണം. ഈ ഒരു ടൈമിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചു തുടങ്ങിയവരാണെങ്കിൽ കറക്റ്റ് നിങ്ങൾക്ക് ആ ഒരു ടൈം ടേബിൾ അനുസരിച്ച് പോകാൻ പറ്റുന്നുണ്ടാവും. അല്ലാത്തവരാണെങ്കിലും പേടിക്കേണ്ട. നിങ്ങൾ മാക്സിമം പറ്റുന്നത്ര ടോപ്പിക്ക് കവർ ചെയ്യുക. ഒരു ഇത്ര ഡേയ്സ് ടോപ്പിക്ക് കവർ ചെയ്യാനും ഇത്ര ഡേയ്സ് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാനും ലാസ്റ്റ് ഒരു കുറച്ച് ഡേയ്സ് നിങ്ങൾ റിവിഷനായിട്ടും വേണ്ടി എന്തായാലും മാറ്റി വെക്കുക. ഉള്ളത് എത്ര ദിവസമാണോ ആ ഒരു ദിവസം സ്പ്ലിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവൈലബിൾ ആയിട്ടുള്ള ടൈം വ്യത്യാസമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈമാണ് കൂടുതൽ പഠിക്കാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഏത് ടൈം കൂടുതൽ പഠിച്ചാലാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തലയിൽ കയറുക. അതൊക്കെ ഒരു ദിവസം മാക്സിമം ഇത്ര ടൈം എന്ന് പറഞ്ഞിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ട് എന്തായാലും പഠിക്കാൻ നോക്കുക. നമ്മൾ ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഒരു പാത്തിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് മൊഡ്യൂൾ 3 പോയി കഴിഞ്ഞാൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ 20 മാർക്കാണ് കേട്ടോ. അപ്പോൾ 20 മാർക്ക് എന്നുള്ളത് നോക്കുക. അപ്പം അതിൽ പറഞ്ഞിട്ടുള്ള ഏരിയാസ് സ്റ്റോൺ മേസൺറി, ബ്രിക്ക് മേസൺറി, കോമ്പോസിറ്റ് മേസൺറി, ഫൗണ്ടേഷൻ, ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ, സ്കാഫോൾഡിംഗ്, ഷോറിംഗ്, അണ്ടർ പിന്നിംഗ്, ഡാം പ്രൂഫിംഗ്, വാട്ടർ പ്രൂഫിംഗ് ആൻഡ് ടെർമൈറ്റ് പ്രൂഫിംഗ്, ആർച്ചസ്, ലിൻഡൽ, സ്റ്റെയർ, RCC introductions, uses, materials and proportions, formwork including bending bars and constructions, reference of BIS code, RCC lintel, column, slab, beam, footing, methods of mixing concrete, slump test, steel structures, common forms of steel sections, tension and compression members, types of rivet joints, welded joints, പിന്നെ ഡോർസിലേക്കും പിന്നെ അതുപോലെ തന്നെ വിൻഡോസിൻ്റെ ഏരിയയും കവർ ചെയ്തിട്ടുണ്ട്. റൂഫ്, ഫ്ലോർസ് ആൻഡ് ഫ്ലോറിങ്. ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലും ഒരുപാട് ഏരിയാസ് പറഞ്ഞിട്ടുണ്ട്. 20 മാർക്കാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഏരിയാസ് കറക്റ്റ് തന്നെ പഠിക്കുക. ഗ്രേഡ് 1 എക്സാമിനും ഓരോ എക്സാംസിന് നിങ്ങൾ കറക്റ്റ് പ്രിപ്പയർ ചെയ്ത് വരുന്നവരാണെങ്കിൽ ആ ഒരു എക്സാമിന് പറഞ്ഞിട്ടുള്ള ഏരിയാസ് ഒക്കെ തന്നെയാണ് ഇതിലുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കുക. പിന്നെ ഒഴിവാക്കേണ്ട ഏരിയാസ് സിലബസിൽ ഇല്ലാത്തത് കറക്റ്റ് നിങ്ങളെ ഒരു എക്സാമിന് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ സിലബസ് നോക്കിയിട്ട് അതിൻ്റെ കറക്റ്റ് ഏരിയാസ് പഠിച്ചു പോവുക. പഠിക്കുന്നതിനനുസരിച്ച് സിലബസിൽ ഓരോ ഏരിയാസും കറക്റ്റ് ടിക്ക് ഇട്ടിട്ട് പോകുന്നതായിരിക്കും നന്നാവുക.
പിന്നെ നിങ്ങൾക്ക് മൊഡ്യൂൾ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ബിൽഡിംഗ് റൂൾസ് ആണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ മുന്നേ നമുക്ക് വന്നിട്ടുള്ള ആ ഒരു സിലബസിന്റെ അതേ ഒരു കോപ്പി പോലെ തന്നെയാണ് വരുന്നത്. ബിൽഡിംഗ് റൂൾസ് ആൻഡ് ബൈ ലോസ്, പിന്നെ പ്രൊവിഷൻ ഓഫ് സേഫ്റ്റി ഫോർ ബിൽഡിംഗ്, ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ്സ്, സാങ്ഷൻസ്, റൂൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് മെഷർമെന്റ്സ് ഓഫ് വർക്ക്, റേറ്റ് അനാലിസിസ്, ലേബർ, മെറ്റീരിയൽ, ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ്, വാല്യുവേഷൻ ടേംസ്. അപ്പം ഇത്രയാണ് വരുന്നത്. അപ്പം ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേറ്റ് എന്ന ഹെഡിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡിംഗ് ബൈ ലോസും അതുപോലെ തന്നെ എസ്റ്റിമേറ്റും ആണ് അല്ലേ. അപ്പം ഇതുപോലെ ഈ ഒരു ഏരിയാസ് കവർ ചെയ്യുന്ന സിലബസ് നമ്മൾ ഒരു റിവിഷൻ സീരീസ് ആയിട്ട് നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പം ആ ഒരു വീഡിയോസ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പം നിങ്ങൾക്ക് സെയിം സിലബസ് വരുന്ന സമയത്ത് അങ്ങനെ ഒരു ബെനിഫിറ്റും കൂടെ ഉണ്ട് അല്ലേ. ഈ ഒരു എക്സാമിനെ ബേസ് ചെയ്തിട്ടല്ലെങ്കിലും മുന്നത്തെ ഇതേ സിലബസിൽ വരുന്ന എക്സാമിനെ ബേസ് ചെയ്തിട്ട് റിവിഷൻ സീരീസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു സീരീസ് വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതുമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സിലബസ് നോക്കുക, നിങ്ങൾക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ സിലബസ് അതുപോലെ തന്നെ വീഡിയോസും ഒക്കെ പ്ലേലിസ്റ്റിൽ ഓരോ കറക്റ്റ് റിവിഷൻ സീരീസ് ആണെങ്കിൽ അതിൻ്റെ പ്ലേലിസ്റ്റ് ആഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ മൊഡ്യൂൾ 5 വരുന്നതാണ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്. അതിൽ ടേംസ് യൂസ്ഡ് ഇൻ ഇറിഗേഷനും പിന്നെ അതുപോലെ തന്നെ വാട്ടർ റിക്വയർമെന്റ്സ് ഓഫ് ക്രോപ്സ്, വെയേഴ്സ് ആൻഡ് ബാരേജസ്, സ്റ്റോറേജ് ആൻഡ് ഡൈവേർഷൻ ഹെഡ് വർക്ക്, റിസർവോയർ, ഡാം, കനാൽ, ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ്, ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്സ് ആൻഡ് ടർബൈൻസ് അല്ലേ. സെയിം അതേ എക്സാമിനും ഒരേ ഏരിയാസ് തന്നെയാണ് ഇറിഗേഷനിലൊക്കെ പറയുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സിലബസ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. പിന്നെ മൊഡ്യൂൾ 6 ആണ്. മൊഡ്യൂൾ 6 സർവേയിങ് ആണ് പറഞ്ഞിട്ടുള്ളത്. സർവേയിങ്ങിൽ 14 മാർക്ക് 14 മാർക്കാണല്ലേ പറഞ്ഞിട്ടുള്ളത്. കുറച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ള ഇറിഗേഷൻ എഞ്ചിനീയറിങ്ങിന് 6 മാർക്കാണ് കേട്ടോ, അതും കൂടെ നോക്കുക. ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷനിൽ 12 മാർക്കാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ സർവേയിങ്ങിലേക്ക് വരികയാണെങ്കിൽ 14 മാർക്ക് അല്ലേ, 14 മാർക്കാണ്. അപ്പോൾ സർവേയിങ് നമ്മൾ ഓരോ എക്സാമിനും സർവേയിങ് കുറേ ഡീറ്റെയിൽഡ് ആയിട്ട് ഗ്രേഡ് 1 എക്സാമിനൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതാണ്. അപ്പം അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ വെയിറ്റേജ് കൊടുക്കേണ്ടതാണ്. സർവേയിങ് 14 മാർക്ക് ഉണ്ട് അല്ലേ. ഇതിൽ പറഞ്ഞിട്ടുള്ള ഏരിയാസ് ചെയിൻ സർവേയിങ്, പ്രിൻസിപ്പിൾസ് ആൻഡ് ഇൻസ്ട്രുമെന്റ് യൂസ്ഡ്, ഫീൽഡ് ബുക്ക്, പ്ലോട്ടിംഗ്, കോമ്പസ് സർവേയിങ്, പ്ലെയിൻ ടേബിൾ സർവേയിങ്, ലെവലിംഗ് ആൻഡ് കോണ്ടൂറിംഗ്, കർവ്സ്, തിയോഡലൈറ്റ്, ഏരിയ ആൻഡ് വോളിയം കാൽക്കുലേഷൻ, ഇൻട്രൊഡക്ഷൻ ടു ടോട്ടൽ സ്റ്റേഷൻ, ടൈപ്സ് ഓഫ് ടോട്ടൽ സ്റ്റേഷൻ, മെഷർമെന്റ് വിത്ത് ടോട്ടൽ സ്റ്റേഷൻ, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫ്യൂച്ചേഴ്സ് ഓഫ് ടോട്ടൽ സ്റ്റേഷൻ, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അല്ലെ GPS. അപ്പം ഇത്രയാണ് സർവേയിങ്ങിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം സർവേയിങ്ങിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് സർവേയിങ്ങിന്റെ ഏരിയാസുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് നോക്കുക. ഇനി മൊഡ്യൂൾ 7ലേക്ക് വരുമ്പോൾ ഓട്ടോകേഡ് ആണ് അല്ലേ. ഓട്ടോകേഡിൽ വരുന്ന സമയത്ത് ഇൻട്രൊഡക്ഷൻ, ബേസിക് കമാൻഡ്സ്, ടൂൾ ബാർസ്, ഫംഗ്ഷണൽ കീസ് ആൻഡ് ഷോർട്ട് കട്ട് കീസ്, 2D ഡ്രാഫ്റ്റിംഗ്, 3D മോഡലിംഗ്, ഷോർട്ട് കട്ട് കീസ്, നോളജ് ഓഫ് ലേഔട്ട് ആൻഡ് പ്രിന്റിംഗ് ഡ്രോയിങ്സ് അല്ലേ. നമ്മൾ ഓട്ടോകേഡിന്റെ ക്ലാസ് കംപ്ലീറ്റ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ നോട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടാത്തത്, നിങ്ങൾ നോട്ട് ഇതുവരെ പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു ക്ലാസ് നോക്കിയിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. നമുക്ക് ആ ഒരു ഓട്ടോകേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ക്ലാസ്സസ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അത് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാനും പറ്റും. 8 മാർക്കും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ 8 മാർക്ക് സിമ്പിളായിട്ട് നേടാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ മൊഡ്യൂൾ 8ലേക്ക് വരുമ്പോൾ യൂണിറ്റ് ഓഫ് മെഷർമെന്റ്സ് ആൻഡ് അപ്ലൈഡ് മെക്കാനിക്സ് ആണ്. 6 മാർക്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, പിന്നെ അതുപോലെ തന്നെ സിമ്പിൾ മെഷീൻസ്, വർക്ക്, പവർ, എനർജി, സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, മെൻസ്ട്രേഷൻ, സിമ്പിൾ ട്രിഗ്നോമെട്രി അല്ലേ. അപ്പോൾ ഇത്രയും ഏരിയ ആണ് പറഞ്ഞിട്ടുള്ളത്. കുറച്ച് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ മുന്നേ ഞാൻ ചെയ്തിട്ടുള്ള നമ്മളെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് അല്ലേ, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് വെച്ചിട്ട് നമ്മൾ ഏരിയാസ് കവർ ചെയ്യുന്ന രീതിയിൽ ഒരു റിവിഷൻ സീരീസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ഏരിയാസ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. സിലബസ് സെയിം ആണെങ്കിൽ ആ ഒരു അതിലുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സും ആ ഒരു ഏരിയാസും കവർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ നമ്മൾ മൊഡ്യൂൾ 9ലേക്ക് പോകുന്ന സമയത്ത് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ആണ്. 8 മാർക്കാണ് ട്രാൻസ്പോർട്ടേഷനിൽ പറഞ്ഞിട്ടുള്ളത്. റോഡ്, ഡെവലപ്മെന്റ് ഓഫ് റോഡ്സ്, ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് അലൈൻമെന്റ്സ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോഡ്സ്. പിന്നെ റെയിൽവേ എഞ്ചിനീയറിംഗ് പറയുന്നുണ്ട്. അതിൽ ടൈപ്സ് ഓഫ് റെയിൽ സെക്ഷൻസ്, പെർമനന്റ് വേ, പിന്നെ സ്ലീപ്പർ, ബല്ലാസ്റ്റ്, ഫിക്സ്ചേഴ്സ് ആൻഡ് ഫാസ്റ്റനിങ്, ക്രീപ്പ്, സ്ക്രൂ സ്പൈക്സ്, വാഷേഴ്സ്, റെയിൽ സെക്ഷൻസ്, പിന്നെ സിഗ്നലിംഗ് പോയിന്റ്സ് ആൻഡ് ക്രോസിംഗ്, സിഗ്നലിംഗ് ഉണ്ട്, പിന്നെ പോയിന്റ്സ് ആൻഡ് ക്രോസിംഗ് ഉണ്ട്. ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് കൂടെ ഇതിൽ വരുന്നുണ്ട് അല്ലേ. ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ്, ഫൗണ്ടേഷൻ ഓഫ് ബ്രിഡ്ജ്, സൂപ്പർ സ്ട്രക്ചർ ഓഫ് ബ്രിഡ്ജ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിഡ്ജ് അല്ലേ. ബ്രിഡ്ജിലൊക്കെ സെലക്റ്റീവ് ഏരിയാസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. റെയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്, റോഡിലാണെങ്കിലും സെലക്റ്റീവ് ഏരിയാസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നോക്കി പഠിക്കുക. നിങ്ങൾ നോട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു എക്സാമിലേക്ക് ആവശ്യമില്ല. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ 8 മാർക്കാണ്. അപ്പോൾ പറഞ്ഞിട്ടുള്ള സിലബസുള്ള ഏരിയാസ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. പിന്നെ മൊഡ്യൂൾ 10ൽ വരുന്നത് പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ആണ്. അപ്പം തന്നിട്ടുള്ള 3 സിലബസിൽ നമുക്ക് ഒരു പബ്ലിക് ആൻഡ് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ എന്നുള്ള ഏരിയാസ് എന്നുള്ള സിലബസ് വരുന്നുണ്ട്, ഏരിയാസ് വരുന്നുണ്ട്.
പക്ഷെ അതിൽ പറഞ്ഞിട്ടുള്ള ഏരിയാസ് നിങ്ങൾ നോക്കണം. ഈ ഒരു എക്സാമിന്റെ സിലബസിൽ 6 മാർക്കിനാണ് പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ പറഞ്ഞിട്ടുള്ളത്. അതിൽ പൈപ്സ് ആൻഡ് പൈപ്പ് ജോയിൻസ് ഫോർ അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജിന്റെ ക്വാളിറ്റി ഓഫ് വാട്ടർ, സോഴ്സസ് ഓഫ് വാട്ടർ, ട്രീറ്റ്മെന്റ്സ് ആൻഡ് കൺവെയൻസ് ഓഫ് വാട്ടർ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ, അതുപോലെ തന്നെ സിസ്റ്റം ഓഫ് സാനിറ്റേഷൻ, ഹൗസ് ഡ്രെയിനേജ്, കളക്ഷൻ ആൻഡ് കൺവെയൻസ് ഓഫ് സീവേജ്, സെപ്റ്റിക് ടാങ്ക്, വാട്ടർ ആൻഡ് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ്, സീവിയർ അപ്പർച്യൂണൻസസ്, വേസ്റ്റ് വാട്ടർ ഡിസ്പോസൽ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗ്രേഡ് 1ന്റെ റിവിഷൻ സീരീസ് നമ്മൾ ചെയ്തതിൽ അത് നമ്മൾ ക്ലാസ്സസ് ആയിട്ടാണല്ലേ ചെയ്തിട്ടുള്ളത്. അപ്പം ഓരോ മൊഡ്യൂൾസിലും വെച്ചിട്ട് നിങ്ങൾ നോക്കുക. ഇപ്പം പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷന്റെ നോട്ട് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ആ ഒരു റിവിഷൻ സീരീസിൽ നോക്കുക. പബ്ലിക് ആൻഡ് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷനിൽ നമ്മൾ 4 വീഡിയോസ് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പോർഷൻസ് അതിലുണ്ടെങ്കിൽ നോക്കിയിട്ട് ക്ലിയർ ചെയ്ത് പഠിക്കുക. നമ്മൾ അതൊരു റിവിഷൻ സീരീസ് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. മാക്സിമം ഏരിയാസ് കുറച്ച് ടൈം കൊണ്ട് കവർ ചെയ്യാന്നുള്ള രീതിയിൽ നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. കറക്റ്റ് നിങ്ങൾക്ക് പോർഷൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അതിൽ ഓരോ ഏരിയാസ് ഏതൊക്കെയാണെന്ന് കവർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ എല്ലാ എക്സാമിൻ്റെ ലാസ്റ്റ് പേജിൽ പറയുന്ന പോലെ തന്നെ നോട്ട്, ഇറ്റ് മേ നോട്ട് ബി നോട്ടഡ് ദാറ്റ് അപ്പാർട്ട് ഫ്രം ദ ടോപ്പിക് ഡീറ്റെയിൽസ് എബോവ് ക്വസ്റ്റ്യൻഡ് ഫ്രം ദ അതർ ടോപ്പിക് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഓഫ് ദ പോസ്റ്റ് മേ ഓൾസോ അപ്പിയർ ഇൻ ദ ക്വസ്റ്റ്യൻ പേപ്പർ. ദർ ഇസ് നോ അണ്ടർടേക്കിംഗ് ദാറ്റ് ഓൾ ദ ടോപ്പിക്സ് എബോവ് മേ ബി കൺവേർട്ടഡ് ഇൻ ദ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പം ആ ഒരു നോട്ടും കൂടെ ഓർക്കുക. അപ്പോൾ നിങ്ങൾ മാക്സിമം സിലബസിലുള്ള ഏരിയാസ് പോയിന്റ് ചെയ്തിട്ട് തന്നെ പഠിക്കുക. കാരണം സിലബസ് വന്നു കഴിഞ്ഞാൽ അധികം അതിൽ തന്നെയാണ് വരാറ്. പിന്നെ നിങ്ങൾ ഓൾറെഡി പഠിച്ചു വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഇൻ കേസ് എക്സ്ട്രാ പുറത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങൾ ആസ് യൂഷ്വൽ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുക. എക്സാം വരുന്ന സമയത്ത് സിലബസ് നോക്കിയിട്ട് പഠിക്കുക. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ. നിങ്ങൾക്ക് കുറച്ചുകൂടെ റാങ്ക് മേക്കിങ്ങിനും അത് തന്നെയായിരിക്കും ഹെൽപ്പ് ചെയ്യുക. അധികം സിലബസ് തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. പിന്നെ നിങ്ങൾ ഓൾറെഡി ആ ഒരു ഏരിയാസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞവരാണ് അല്ലേ. അപ്പം നിങ്ങൾക്ക് മാക്സിമം കുറഞ്ഞ ടൈമിൽ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കുക. എപ്പോഴും പറയാറുള്ള പോലെ ക്ലാസ് നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ലാസ് കേട്ട് നിങ്ങൾ എന്തായാലും നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവണം, ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവണം. എന്നിട്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് റിവിഷൻ സീരീസ് ആയിട്ട് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ടൈം ടേബിൾ വെച്ച് പഠിക്കുന്ന സമയത്ത് ആദ്യം ക്ലാസ്സസ് വെച്ച് പഠിക്കുക. എന്നിട്ട് ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഷോർട്ട് നോട്ട് വെച്ചിട്ട് റിവൈസ് ചെയ്യുക അല്ലേ. ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് മാത്രം നോക്കി പോയാൽ പോരാ. നിങ്ങൾ അതിൻ്റെ ക്വസ്റ്റ്യനും ആൻസേഴ്സും ചെയ്യുന്ന സമയത്ത് അതിൽ റോങ് ആയിട്ട് വരുന്ന ആൻസർ നിങ്ങൾക്ക് ഓരോ എക്സാമിനും കിട്ടുന്ന മാർക്ക് നിങ്ങൾ നോക്കണം കേട്ടോ. നെഗറ്റീവ് മാർക്ക് വെച്ചിട്ട് തന്നെ നിങ്ങൾ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ഓരോ എക്സാം പറ്റുകയാണെങ്കിൽ ഒരു കുട്ടി ബുക്ക് എടുത്തിട്ട് ഒരു ചെറിയൊരു 100 പേജിൻ്റെ ഒരു ബുക്ക് എടുത്തിട്ട് നിങ്ങൾ ഫസ്റ്റ് മുതലുള്ള എക്സാം എഴുതുന്നതിൻ്റെ മാർക്ക് അതിൽ എഴുതി വെക്കുക. ഫസ്റ്റ് പേജിൽ കിട്ടുന്ന മാർക്ക് ആയിരിക്കില്ല നിങ്ങൾ അതിൽ ഫസ്റ്റ് ഒരു 10 എക്സാമിന് നിങ്ങൾ ഇത്ര നിങ്ങൾക്ക് കുറഞ്ഞ മാർക്കാണ് കിട്ടിയതെങ്കിൽ അതിൽ റോങ് ആൻസേഴ്സ് നിങ്ങൾ എന്തായാലും എടുത്തെഴുതി പഠിക്കണം. എന്നിട്ട് അത് കഴിഞ്ഞ് നിങ്ങൾ നെക്സ്റ്റ് ഒരു 11ാമത്തെ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാവുന്നതാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നമ്മൾ മാക്സിമം എഫേർട്ട് ഇടുക. നിങ്ങൾ ടൈം അതിലേക്ക് മാക്സിമം കൊടുക്കുക. ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ മാക്സിമം ടൈം ഇൻക്ലൂഡ് ചെയ്യാൻ തന്നെ നോക്കുക. എന്തെങ്കിലും നിങ്ങൾക്കിപ്പം ഓഫീസിൽ നിന്നൊക്കെ ലീവ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ലീവ് എടുത്തിട്ട് ഒരു ടൈം എഫേർട്ട് ഇട്ട് തന്നെ പഠിക്കുക. കാരണം അത്രയും വലിയ കോമ്പറ്റീഷൻ ആണല്ലേ ഉള്ളത്. നിങ്ങൾ കോമ്പറ്റീഷനിൽ നല്ലൊരു മാർക്ക് ജസ്റ്റ് ഒരു ലിസ്റ്റിൽ കയറിയാൽ കൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾക്ക് ജോബ് കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് നേടി ലിസ്റ്റിൽ കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള ടൈം മാറ്റി വെക്കുക തന്നെ വേണം. ഇനി എത്ര ടൈമാണ് എക്സാമിനുള്ളത് അപ്പോൾ സിലബസ് വന്ന് ആ ഒരു ടൈം ടേബിൾ ഇട്ട് തന്നെ പഠിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ എല്ലാ ഏരിയാസും നിങ്ങളിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് സിമ്പിൾ 10 മൊഡ്യൂൾസ് ആണ് ഇത്രയല്ലേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ നിങ്ങളത് പഠിച്ചു തുടങ്ങുന്ന സമയത്തായിരിക്കും അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് ഇത്രയും പഠിക്കാനുണ്ട് എന്നുള്ളത് മനസ്സിലാകുക. പിന്നെ നമ്മൾ അതിൽ ടെൻഷൻ അടിക്കുന്നതിൽ നല്ലത് കറക്റ്റ് ആ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഐഡിയ കിട്ടും. ടൈം ടേബിൾ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ചെയ്യാറുള്ള പോലെ നിങ്ങൾ 10 മൊഡ്യൂൾസ് ആണെങ്കിൽ 10 മൊഡ്യൂൾസും ജസ്റ്റ് ഹെഡിങ് മാത്രം എഴുതി വെക്കരുത്. ഓരോ മൊഡ്യൂളിലും എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അപ്പോഴേ ഉള്ളൂ നിങ്ങൾക്ക് അതിൽ എത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കണം, എത്ര ടൈം നിങ്ങൾ അതിലേക്ക് മാറ്റി വെക്കണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.